ഹലോ ഗായ്സ്, നമ്മളപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ജർമ്മനിയിൽ ഒരാൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി സർപ്രൈസ് കൊടുക്കാൻ കഴിയും. അവൾ നമുക്ക് വലിയ സർപ്രൈസ് തരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാനും ഡുണ്ടും കൂടെ ചെന്നു വീട്ടിലേക്ക്. ഹലോ, ഈ നെറ്റിയത് അവളുടെ ചേച്ചിയാണ്. സംഭവം നമ്മൾ കയറി വരാൻ സൗണ്ടൊന്നും ഉണ്ടാക്കാതെയാണ് വന്നത്. അപ്പോൾ ചേച്ചി പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി. പിന്നെ അവൾ വാഷ്റൂമിലാണ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. നമ്മളവിടെ തന്നെ ഇരുന്നു സർപ്രൈസ് കൊടുക്കാൻ. സർപ്രൈസ് അത്യാവശ്യം സർപ്രൈസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യൂട്ട്നെസ് ഒക്കെ കാണിച്ചിട്ട് നമ്മൾ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവൾ കൊണ്ടുവന്ന കുപ്പിയാണ് ചേച്ചി ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്ത് നേരെ നമ്മൾ പൊടിച്ചിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ഇരുന്നത്. അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. പ്രേമം പ്രേമം വീട്ടിൽ കയറി അവൾ അതിൻ്റെ ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ ഇട്ട് ഷോ ആയിരുന്നു. അത് നിർത്തിയ ഇവളുടെ വീട്ടിലേക്ക് പോകാനായിരുന്നു അടുത്ത പ്ലാൻ. അങ്ങനെ ടോയ്ലറ്റിൽ കയറി ഓർമ്മയുള്ളൂ. ജർമ്മനിയിൽ നിന്ന് നമ്മൾ ഡോറൊക്കെ അടിച്ച് പിടിച്ചിട്ടായിരുന്നു. പൊട്ടിയപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ചന്ദനക്കുറയൊക്കെ ഇട്ട് നേരെ നിത്യേൻ്റെ വീട്ടിലോട്ടാണ് പോകാൻ വേണ്ടിയിട്ടിരുന്നത്. 8ാം ക്ലാസ് വെട്ടലുണ്ട്. അവളുടെ വെട്ടലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വണ്ടി എടുത്ത് നിത്യയുടെ വീട്ടിൽ പോയി. നമ്മൾ അവളുടെ വീട്ടിലെത്തി. ഇതാണ് ഗൈസ് നിത്യ, യൂട്യൂബറാണ്. ഗൈസ് വീടനം സ്നാക്സ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് രണ്ടിൻ്റെ അടിയൊക്കെ തീർന്ന് മൂലയ്ക്ക് ഇന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഡുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യാൻ തുടങ്ങി. നോർമലുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിത്യ മാരീഡാണ്. അപ്പോൾ ആഫ്റ്റർ മാരേജും ബിഫോർ മാരേജും ഉള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു കുറേ ടിപ്സൊക്കെ തന്നായിരുന്നു. പിന്നെ പൊളിച്ച് പ്രഗ്നൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു അവൾ ഒഴിഞ്ഞാസാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ നമുക്കാണെങ്കിൽ ഭയങ്കര പേടി. കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനൊക്കെ പേടിയായി. പിന്നെ കഥയെല്ലാം നിർത്തിയതിനു ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഗായ്സ്.